ഏവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. വീണ്ടും ഒരു ക്രിസ്തുമസ് കൂടി ആഗതമായിരിക്കുന്നു. ദൈവം മനുഷ്യനായി അവതരിച്ചതിന്റെ സുന്ദര ഓർമ്മ. ഇത് ആഹ്ലാദത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹോത്സവമാണ്. ക്രിസ്തുമസ് എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ ബലി എന്നാണ്. പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് മാനവജനതയെ വീണ്ടെടുക്കുവാൻ ജീവൻ തന്നെ ഹോമിക്കുക എന്നതായിരുന്നു യേശുവിന്റെ ജനനത്തിന്റെ ലക്ഷ്യം. നൂറ്റാണ്ടുകളായി മശിഹായുടെ വരവിനായി നോക്കിപ്പാർത്ത യഹൂദ ജനം പ്രതീക്ഷിക്കാത്ത വിധത്തിലായിരുന്നു യേശുവിന്റെ ജനനം സംഭവിച്ചത്. റോമൻ സാമ്രാജ്യം ഔഗുസ്തോസ് കൈസരുടെ ഭരണത്തിന് കീഴിലായിരുന്ന കാലഘട്ടത്തിലാണ് യേശു ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒരു ജനസംഖ്യാ കണക്കെടുപ്പ് പ്രഖ്യാപിച്ചു. അതിൻ പ്രകാരം യേശുവിന്റെ പിതാവായ യോസഫ് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന ഗർഭിണിയായ മറിയയെയും കൂട്ടി ബേത്ലഹേമിലേക്ക് യാത്ര തിരിച്ചു. ബേത്ലഹേമിലെത്തി അവിടെ വെച്ചാണ് യേശുവിന്റെ ജനനം സംഭവിച്ചത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. നൂറ്റാണ്ടുകളായി മശിഹായുടെ വരവിനായി നോക്കിപ്പാർത്ത യഹൂദ ജനം ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു യേശുവിന്റെ ജനനം സംഭവിച്ചത്. പശുത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന രക്ഷകനെ അവർക്ക് വേണ്ട. പകരം രാജകൊട്ടാരത്തിലോ പ്രഭുമന്ദിരത്തിലോ പിറന്നു വീഴുന്ന യേശുവിനെ അവർക്ക് മതി. ഇന്നും മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറമാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി. യേശുവിന്റെ ജനനം സംബന്ധിച്ച ശ്രദ്ധേയമായ ഒരു കാര്യം അവൻ കന്യകയിൽ നിന്നും ജനിച്ചു എന്നുള്ളതാണ്. യേശു ബെത്ലഹേമിൽ ജനിച്ചു എന്നതും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം സംബന്ധിച്ചുള്ള സന്ദേശം ദൂതൻ ആദ്യം അറിയിച്ചത് സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവരുടെ പ്രതിനിധികളായ ആട്ടിടയരോടാണ്. സമൂഹത്തിലെ ദരിദ്ര വിഭാഗമായ ആട്ടിടയർക്ക് ഈ മംഗളവാർത്ത ആഹ്ലാദത്തിന്റെയും സമാധാനത്തിന്റെയും അനുഭവമായി മാറി. ദൈവദൂതന്റെ വാക്കുകൾ അവരിൽ ഭയമുളവാക്കിയെങ്കിലും അവർ ബേത്ലഹേമിൽ പോയി ദൂതൻ അറിയിച്ച സംഭവം നേരിൽ കണ്ടു. തിരുപ്പിറവിയുടെ ആഹ്ലാദ തിമിർപ്പിൽ നാം മറന്നു പോകുന്ന ഒരു വസ്തുതയിലേക്ക് ഈ ക്രിസ്തുമസ് നമ്മെ വെല്ലുവിളിക്കുന്നു. ദരിദ്ര ജനകോടികൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ആലംബഹീനരെയും നാം കാണാതെ പോകരുത്. പങ്കുവയ്ക്കലിലൂടെയും കരുതലിലൂടെയും ഇങ്ങനെയുള്ളവരെ നാം ചേർത്ത് നിർത്തണം. ദൈവസ്നേഹത്തിന്റെ നീർച്ചാലുകളായി നമുക്ക് മാറണം. ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് സ്വയം എളിമപ്പെടുത്തിക്കൊണ്ടാണ്. ഈ ഒരു എളിമപ്പെടുത്തൽ വഴി ഒരിക്കൽ ഏദൻ തോട്ടത്തിൽ അടയ്ക്കപ്പെട്ട പറുദീസായുടെ വാതിൽ തുറക്കപ്പെട്ട രാത്രിയാണ് ക്രിസ്തുമസ് രാത്രി. ഈ ഒരു എളിമപ്പെടലിന്റെ മനോഭാവത്തിലേക്കാണ് ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു
എന്ന് ഫിലിപ്പിയർ 2-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു. താഴ്മയുടെ ഒരു നല്ല മാതൃകയായിരുന്നു യേശു. താഴ്മ, ദയ, സ്നേഹം എന്നീ ഗുണങ്ങൾ നിമിത്തം ആളുകൾ അവനിൽ ആകൃഷ്ടരായി. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ മാതൃകാപരമായ പെരുമാറ്റം നമുക്കും കാഴ്ചവെക്കാം. ഈ ക്രിസ്തുമസ് നമ്മെ അതിനായി ഒരുക്കട്ടെ. നമ്മിലുള്ള അഹങ്കാരം വെടിഞ്ഞ് താഴ്മ ധരിക്കുവാൻ നമുക്കിടയാകട്ടെ. ക്രിസ്തു കാണിച്ചു തന്ന താഴ്മയുടെ ശൈലി നമുക്കും പിന്തുടരാം. പ്രിയരെ, 1000 പുൽക്കൂടുകളിൽ ഉണ്ണിയേശു പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ യേശു പിറക്കുന്നില്ലെങ്കിൽ ക്രിസ്തുമസ് വെറും ആഘോഷമായി മാറും. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറയുക. പാപം മോചിക്കപ്പെടുന്നതിലൂടെയാണ് മഹാസന്തോഷത്തിലേക്ക് നാം പ്രവേശിക്കുക. അപ്രകാരം അർത്ഥവത്തായ ഒരു ക്രിസ്തുമസും നവവത്സരവും എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.